ഗുഡ് മോർണിംഗ്. അപ്പം നല്ല ഒരു പ്രഭാതം നേരുകയാണ്. പക്ഷെ ഇന്ന് ഇച്ചിരി ക്ലൗഡി ആകാശമാണ്. അപ്പോൾ എന്താ നമ്മൾ മേലോട്ട് നോക്കണ്ട, കറക്റ്റാ. അപ്പം ഞാൻ ഇന്ന് പറയുന്ന അവളെ തന്നെ കൊണ്ട് പിടിപ്പിക്കും. ഞാൻ ഇന്ന് പറയുന്ന വിഷയം എന്താണെന്നറിയാമോ? ഇന്ന് ഞാൻ പറയുന്നത് സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സ്വാമി വിവേകാനന്ദൻ 1893 ചിക്കാഗോയിലെ പ്രസംഗവും അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങളുമൊക്കെ ഈ രാജ്യതന്ത്രജ്ഞന്മാരെ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്ത ചില പുസ്തകങ്ങൾ വളരെ ഫേമസ് അദ്ദേഹത്തിൻ്റെ. അതായത് സ്വാമി വിവേകാനന്ദൻ ഒരു 5 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ചുരുക്കി പറയാം. ഒന്ന് ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചിക്കാഗോ പ്രസംഗങ്ങളും ചിക്കാഗോ ഇടപെടലുകളുമാണ്. അദ്ദേഹം അവിടെ വിറ്റത് ഭാരതത്തിൻ്റെ സംസ്കാരത്തെയാണ്. ആ ഭാരതത്തിൻ്റെ സംസ്കാരം ചില വേർഡുകളിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ലോകത്തൊരു പുതുമയായിരുന്നു. അതുകൊണ്ട് ആ പ്രസംഗം അത്രയും വലിയ കാര്യമായ പ്രസക്തി നേടുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ 5 എണ്ണം ഉണ്ട്. ഒരു 4 എണ്ണത്തിന് 5 പുസ്തകങ്ങൾ എഴുതിയതിനകത്ത് ഞാനിത് 5 ഒന്നും പറയാൻ പറ്റത്തില്ലേലും ഞാൻ എൻ്റെ ഐഡിയാസ് ഒക്കെ തരാം. ഒന്ന് രാജയോഗം, അതുപോലെ തന്നെ കർമ്മയോഗം, അതുപോലെ ജ്ഞാനയോഗം, ഭക്തിയോഗം, ചിക്കാഗോ പ്രസംഗം. ഈ 5 എണ്ണമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 5 പോയിന്റിനകത്ത് ഇദ്ദേഹം പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന കുറെ പോയിന്റ്സുകളുണ്ട്. ഈ രാജയോഗ എന്ന് പറയുന്നതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെയേറെ ചിന്തിക്കേണ്ടതാണ്. ഈ രാജയോഗം, രാജാവാകാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള യോഗ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മനസ്സിലാവുന്നു? ആ കുഞ്ഞിനെ അമ്മയൊക്കെ കിട്ടുന്ന രീതി മനസ്സിലാവുന്നു? മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അയാൾ പറഞ്ഞു. എന്തോ പറഞ്ഞേ? മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയാം. അന്നേരം നമ്മൾ ആലോചിച്ചോണം, ജീവിതത്തിൽ വിജയിക്കാൻ എന്തോ വേണം? നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ച ഒരു പ്രശ്നം. രണ്ടാമത്, ഈ മനസ്സിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ വേണം? ഏകാഗ്രത വേണം, കോൺസെൻട്രേഷൻ. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് അതിനോട് തീക്ഷ്ണമായ ഒരു നിലപാടുണ്ടെങ്കിൽ, നിങ്ങളുടെ അതിനോടൊരു തീക്ഷ്ണത നിങ്ങൾക്കുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഏകാഗ്രത ഉണ്ടാവും. ഏകാഗ്രത ഉണ്ടാകാനും ഇത്തരത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാണ്? എന്താണ്? മെഡിറ്റേഷനാണ്. മനസ്സിലായോ? അന്നേരം അദ്ദേഹം പറയുന്നു, ഈ മെഡിറ്റേഷൻ നിങ്ങളുടെ ആത്മീയപരമായ ശക്തിയെ ഉണർത്തും. മനസ്സിലാവുന്നോ? എന്തോ? മെഡിറ്റേഷൻ നിങ്ങളുടെ ആത്മീയപരമായ ശക്തിയെ ഉണർത്തുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ്, ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ഞാൻ പറഞ്ഞു. ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം നമ്മൾ പഠിപ്പിക്കണം. അത് വിദ്യാഭ്യാസത്തിലൂടെ വരുന്ന, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകത്തിനകത്ത്, അതുകൊണ്ടാണ് അദ്ദേഹം പുസ്തകങ്ങൾ ഇങ്ങനെ കറക്കി നോക്കി ഭയങ്കര സ്പീഡെ നോക്കിയിട്ട് അത് മൊത്തം ഗ്രഹിച്ചു എന്ന് പറയുന്നത് ഈ മനസ്സിനുണ്ടായ മാറ്റം കൊണ്ടാണ്. അത് ആ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ടോപ്പിക് കാണുമ്പം തന്നെ ഇതായിരിക്കും അയാൾ എഴുതുന്നത് എന്ന് വരെ ചിന്തിക്കാൻ ഒരു കഴിവുണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ ഈ രാജയോഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഏകാഗ്രത വേണം, മനസ്സിനെ നിയന്ത്രിക്കണം, ഈ ധ്യാനം ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയത്തെ മാറ്റണം. എന്ത് ചെയ്യണം? രാജയോഗത്തിന് നിങ്ങൾക്ക് ഭയം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയം ഉണ്ടാകില്ല. പിടിച്ചേനേഹ, ഭയം ഉണ്ടാകില്ല എന്നുള്ള ശക്തമായ ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. മനസ്സിലാവുന്നോ? പിന്നെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിജയം വേണം. എന്താണ് ഇന്ദ്രിയ വിജയം എന്ന് പറഞ്ഞാൽ? ഏതാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ? പഞ്ചേന്ദ്രിയങ്ങളെ വിജയിക്കാൻ നീയുടെ കണ്ണ് വിടടാ. അതിനകത്ത് നോക്കി കിടക്കണമെന്ന് പറഞ്ഞാൽ എവിടേക്കോ സ്വപ്നം കണ്ടങ്ങ് നടക്കാം. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കാൻ കഴിയണം. ഏതൊക്കെയാ പഞ്ചേന്ദ്രിയങ്ങളെ? നീയാ മോളെ പറ. കണ്ണ്, മൂക്ക്, നീ മോൻ പറടാ, അനേഹം പറ.
കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്. ഇത്രയും 4 എണ്ണമാണ്. അപ്പൊ 5 എണ്ണമാണ് പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത്. എന്തൊക്കെയാ? 1, നമുക്ക് നക്കി നോക്കി രുചി അറിയാൻ പറ്റണം. 2, നമ്മുടെ ത്വക്കിൽ നമ്മൾ തൊട്ട് നോക്കാൻ കഴിയും. 3, കണ്ണുകൊണ്ട് കാണാൻ കഴിയും. 4, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും. പിന്നെന്ത് വരുന്നത്? മൂക്കുകൊണ്ട് മണത്തറിയാൻ പറ്റും. ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. കാരണം അലുവയുടെ മണം അടിച്ചാൽ അത് നിനക്ക് എന്തോ ഇതുണ്ടോ? കേട്ടോ, നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ എൻ്റെ നേഹ നീ ഒന്ന് പോയേ ഒരു സാങ്കേതിക വിവരം പോലും ഇല്ലാതെ കേട്ടോ. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് നമുക്ക് മണം അടിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുക, ഉടനെ അങ്ങോട്ടങ്ങ് പോകും. മനസ്സിലായോ? കോൺസെൻട്രേഷൻ ഇല്ല. ചെവി ഒരുത്ത സൗണ്ട് കേട്ട് അങ്ങോട്ടങ്ങ് പോകും. ഒരുത്ത നമ്മുടെ തൊട്ടു നോക്കി. അതുകൊണ്ടാണ് അത്രയും ഡീപ്പായിട്ടൊരു സംഭവം ബൈബിളിൽ പറയുന്നത്. ജീസസിനെ അവർ തൊട്ടു. എന്തിനു വേണ്ടിയാ? സൗഖ്യത്തിന് വേണ്ടി. മനസ്സിലായോ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കൃത്യമായി എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതായിരിക്കണം. ഐഡിയ കിട്ടിയോ? അപ്പൊ ഇതിനകത്ത് പപ്പ പറഞ്ഞ പിന്നെന്ന് പറഞ്ഞാൽ ഭയത്തെ ഒഴിവാക്കിയാലും നമ്മളൊരു കാര്യം ആലോചിച്ചോണം. നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം. എന്താ ആത്മവിശ്വാസം ഇല്ലാതെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? അപ്പം ഭയത്തെ മാറ്റണം. അപ്പൊ രാജയോഗത്തിന് എന്തൊക്കെ വേണമെന്നാ പറഞ്ഞേ? പിന്നെ അദ്ദേഹം പറയുന്നത് അന്നേരം ഇന്ദ്രിയ നിയന്ത്രണം വേണോ? പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞില്ലയോ? അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മികച്ച തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, അത് രാജാക്കന്മാർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് അദ്ദേഹം പറയുന്നത് രാജയോഗത്തിനകത്ത്. മനസ്സിനെ ശാന്തമാക്കണം. ദയവായി പറയുകയാണ്, നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യണം? കൃത്യമായും എന്ത് ചെയ്യണം? ശാന്തമാക്കിയിട്ടേ ഒരു ഡിസിഷൻ എടുക്കാവൂ. കൾട്ടഡ് ആയിട്ടുള്ള അല്ലെ കൊളാപ്സായി കിടക്കുന്ന ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് തീരുമാനം എടുക്കരുത്. മനസ്സിലാവുന്നോ? അത് ആ തെറ്റായ തീരുമാനങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ ദിവസവും പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു രാജയോഗത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണം. രാജയോഗം എന്ന് പറഞ്ഞാൽ സക്സസ് ആണല്ലോ. നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യണം. ഇന്നലത്തതിൽ നിന്ന് ഇന്ന് ഞാൻ എത്ര മാറി, ഇന്നത്തിൽ നിന്ന് നാളെ ഞാൻ എത്ര മാറും, ഇതറിയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. രാജാവാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇന്നലെ ചെയ്തത് തന്നെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനും എന്താവത്തില്ല. അവൻ ജോലിക്കാരനാ, അവൻ ഒരു എംപ്ലോയി, അവൻ ടീച്ചർ ആയിരിക്കും. അവൻ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതിനുള്ള വഴി അവൻ കണ്ടെത്തിക്കൊണ്ടുമിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതാണ് രാജയോഗത്തിന് വേണ്ടത്. അപ്പൊ രാജയോഗത്തിന് വേണ്ട പോയിന്റ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ വേറെ ഭക്തി യോഗയെ പറ്റിയോ ഏതെങ്കിലും ഒരു പോയിന്റിനെ പറ്റിയും കൂടെ പറയാം. പെട്ടെന്ന് പറ രാജയോഗത്തിന്റെ പോയിന്റ്സ്. ഒരാൾ ഉറക്കെ പറ. മനസ്സ് ശാന്തമായിരിക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞോ. നീയാ നേഹ പറഞ്ഞു. പറയുമ്പോ കൃത്യത വേണം. നിന്റെ അമ്മ പറയുന്ന കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ? അതുപോലെ പറ. കേൾക്കത്തില്ലല്ലോ, അവർക്ക് അറിയത്തില്ല. നീ പറയടി. ഭയം, മെമ്മറി പവർ രണ്ടിനും കുറവാ. സ്കൂളിൽ പഠിക്കല്ലേ. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകണം. പിന്നെ കൾട്ടേഡ് ആയിട്ടുള്ള മനസ്സുകൊണ്ട് ഒരിക്കലും അത് പറഞ്ഞു ഇത് പറഞ്ഞു പറയാം. നിന്റെ കോൺട്രിബ്യൂഷൻ ചെയ്യണേ. 1% എങ്കിലും ഇന്ന് വളരാൻ പഠിക്കണം, മെച്ചപ്പെടുത്താൻ പറ്റണം. പിന്നെ കൾട്ടേഡ് ആയിട്ടുള്ള നിങ്ങൾ എത്രയും മതി. ഇത്രയും കേൾക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത് മനസ്സുകൊണ്ടല്ല നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇടയ്ക്ക് നേഹയ്ക്ക് ഒരു കൊട്ടൊക്കെ തരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ ആണോ എന്നറിയാനാ. മനസ്സിലായോ? എനിക്ക് യഥാർത്ഥത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാതെ മനസ്സിലായോ അതായോ എന്ന് ചോദിച്ചങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷെ ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ നാളെ ഇത് നോക്കത്തില്ല. ഇതൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ നോക്കും. ചിലരും എന്നോട് പറയാറുണ്ട്, നേഹ നീ എവിടെ കളഞ്ഞാൽ കളഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഇത് മനസ്സിൽ കയറ്റുമോ എവിടെങ്കിലും വെച്ച് പ്രസംഗിക്കുമ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞേ? ഞാൻ പറഞ്ഞുതരാം രാജയോഗവുമായിട്ട് ബന്ധപ്പെട്ട്. 1, നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കണം. 2 പറഞ്ഞ ഏകാഗ്രത ഉണ്ടാവണം. 3 ഇത് നിലനിർത്താൻ ധ്യാനം ഉണ്ടാവണം എന്ന് പറഞ്ഞു. 4 ഭയത്തെ മാറ്റണമെന്ന് പറഞ്ഞു. 5 കോൺഫിഡൻസ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. 6 എന്താ പറഞ്ഞു? ഇന്ദ്രിയ വിജയം നേടണം, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. 7 ശാന്തമായ മനസ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഏത് വലിയ തീരുമാനം ഉണ്ടാകേണ്ടത്. ഓരോ ദിവസവും നിങ്ങൾ അല്പാൽപ്പം മാറാൻ തയ്യാറാകണം. ഇനി ഞാൻ എന്നാ രണ്ടാമത്തെ പോയിന്റ് പറയാം. കർമ്മയോഗം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ രാജയോഗം നിങ്ങൾ പറഞ്ഞു എങ്ങനെ നിങ്ങൾക്ക് ഒരു മിടുക്കനായി മാറാന്നുള്ളത്. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി കർമ്മങ്ങളുണ്ട്.
മനസ്സിലായോ? യെസ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തം. ഈ 4 ചാപ്റ്ററും പുസ്തകവും ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു നിർത്താം. അപ്പോൾ ഈ കർമ്മഫലം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ അത് ഉറപ്പാണല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ ആയിരിക്കണം? നന്മയോട് ഫലം കിട്ടുന്നതായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ? ഫലം ആഗ്രഹിക്കാത്ത കടമ മനസ്സിലാവുന്നോ? ഫലമില്ലാത്ത ഫലം ആഗ്രഹിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പഠിക്കാൻ കാര്യത്തിൽ പർപ്പസ് ആയിട്ട് ചെയ്തു. പക്ഷെ ഒരു കർമ്മം ചെയ്യുമ്പോ നിങ്ങൾ പഠിക്കുമ്പോ എന്ന് പറയുന്നത് നിങ്ങൾ പഠിത്തത്തിനകത്ത് എന്തുകൊണ്ട് നിങ്ങൾ അറിവ് നേടുകയാണ്. നിങ്ങളിപ്പോ ഒരാളിവിടെ ഒരു പിച്ചക്കാരൻ കടന്ന് അയാളെ നിങ്ങൾ സഹായിക്കുക, അയാളെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാന്നോ? അപ്പൊ കർമ്മം ചെയ്യുന്നത് ഫലം കിട്ടുമെന്ന് മാത്രം ആഗ്രഹിച്ചായിരിക്കരുത്. മനസ്സിലായോ? എല്ലാ ജോലിയും നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം. നിങ്ങളുടെ എവിടെ ദൈവം ഇരിക്കുന്നേ? മനസ്സിൽ. അപ്പം എല്ലാ ജോലിയും ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു ദൈവ ആരാധനയാക്കി മാറ്റണം. കാരണം എന്താ? നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് തന്നെ ആയിരിക്കണം. ഐഡിയ കിട്ടിയോടെ? അല്ല. അപ്പം കാരണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവം സാറ്റിസ്ഫൈഡ് ആവണം, ആത്മാവ് സാറ്റിസ്ഫൈഡ് ആവണം. ഐഡിയ കിട്ടിയോ? അപ്പം ദൈവാരാധനയായിട്ട് ഓരോന്നിനെയും കാണണം. പിന്നെ അപ്പൊ നിങ്ങൾക്കൊരു പോയിന്റ് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എന്താണ്? കർമ്മയോഗമാണ്. നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വലിയവരായി മാറാൻ ഇതെല്ലാം ചെയ്യണം. അടുത്തെന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലാതെ സേവിക്കണം. എക്സ്പെക്ട് ചെയ്തുകൊണ്ട് സേവിക്കുന്നതിനകത്ത് എന്തോ ഇല്ല, കർമ്മഫലം കിട്ടത്തില്ല. മനസ്സിലാവുന്നോ? എന്തോ പറ്റി? നിങ്ങൾ ഉറങ്ങുന്നോ? അവിടെ ഇവിടെ നടന്നോടാ. അതല്ല, ഇതിനകത്ത് നോക്കി ഇങ്ങനെ നടന്നാൽ മതി. എനിക്കറിയാലോ ഈ സെന്റർ എന്റെ മുഖത്തിന്റെ ഇതനുസരിച്ച് കിട്ടുന്നുണ്ട്. മനസ്സിലാവുന്നോ? അതെ. എന്തുകൊണ്ട് സാറേ? പിന്നെ പാട്ട് മാത്രമേ ഇതുവരെ ഇത്രയും നാളായിട്ട് കേട്ടോളൂ. ഓക്കെ. അപ്പൊ എന്താണ്? സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ കഴിയണം. മനസ്സിലായോ? സ്വാർത്ഥതയോടുള്ള സേവനം പാടില്ല. അടുത്ത് എന്തൂടെ? സ്പൈഡറോ? എടുത്ത് കളഞ്ഞോ? കേറിപ്പോയെ? അടുത്ത നിസ്വാർത്ഥമായ സേവനം വേണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? കഠിനാധ്വാനമാണ് വിജയത്തിലേക്കുള്ള വഴി. വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒരാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കളച്ചാലേ അതിന്റെ ഫലം കിട്ടൂ എന്നുള്ളതല്ല. എങ്ങനെ കളയ്ക്കണമെന്നുള്ള ഒരു സാഹചര്യവും നടത്തണം. നമ്മൾ ഞാൻ നിങ്ങളോട് പണ്ട് നമ്മുടെ അടുത്ത് പറയുമായിരുന്നു, ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ നിങ്ങൾ സ്മാർട്ട് വർക്ക് ഷാർപ്പ് വർക്കും ചെയ്യണം. ചുമ്മാ എടുത്ത് കളയ്ക്കരുത്. ടെക്നോളജി ഡെവലപ്പ് ആവുന്നതനുസരിച്ച് എക്സ്ട്രീംസ് നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്ങനെയുള്ള എക്സ്ട്രീംസ്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഫൈൻഡ് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്താണ് നിങ്ങൾ ജീവിക്കുന്നത്, ആണല്ലോ. അപ്പോൾ 1 ഏക്കറിൽ എവിടെയോ സ്വർണം കിടക്കുന്നു, കൊണ്ടുവന്ന് അടിച്ചു നോക്കിയിട്ടേ ചെയ്യാവൂ, അല്ലാതെ ആ അയ്യം മൊത്തം കളയ്ക്കാൻ നിൽക്കണ്ട. അപ്പൊ സ്മാർട്ട് വർക്കിന്റെ കാലഘട്ടമായിരിക്കും. ഷാർപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് അത് നമ്മൾ എന്ത് ചെയ്യും? മൊത്തം സെൻസ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അവിടെ തന്നെ ചെയ്യും. അപ്പൊ ഇതാണ് എന്തോന്ന് പറയുന്നത് നിങ്ങളുടെ. പക്ഷെ എന്നാ ഞാൻ ഇവിടെ പറയുന്നു, ഹാർഡ് വർക്ക് ചെയ്യണം. മനസ്സിലായോ? ഹാർഡ് വർക്ക് എന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഇതാണ് അതിന്റെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ. ആൾക്കാർക്ക് ഈ ഡെഫിനേഷൻ അറിയത്തില്ല. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് വലിയ ഈസിയാണ്. ഒരേ കണ്ടം ഒറ്റയ്ക്ക് കൊയ്യുന്നതിനേക്കാൾ പാടാണ് എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നത്. മനസ്സിലാവുന്നോ? അത് ആലോചിച്ചോണം. അത് ചെറിയ വർക്കല്ല, അതാണ് ഹാർഡ് വർക്ക്. കൃത്യമായി ചെയ്യുന്നതൊക്കെ ഹാർഡ് വർക്കാണ്. മനസ്സിലായോ? ഹാർഡ് വർക്കിനകത്ത് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഷാർപ്പ് വർക്കായി, അല്ലെങ്കിൽ സ്മാർട്ട് വർക്കായി. അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കൂടെ നിർത്തുന്നത്, ലിവറേജ് ചെയ്യുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ മാത്സ് അറിയത്തില്ല, പെട്ടെന്ന് ചെയ്യേണ്ട ഇന്ന് നാളെ കൊണ്ട് തീർക്കേണ്ട ഒരു പ്രോജക്റ്റ്. അപ്പൊ ഈ പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റും? അവിടെ നിങ്ങൾക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ആളെ കൂടെ നിർത്താം. അത് മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവരെ സഹായിക്കുന്നത് അടുത്ത പോയിന്റ്. മറ്റുള്ളവരെ സഹായിക്കുമ്പം ഈ കർമ്മയോഗത്തില് ഒരാളങ്ങോട്ട് പോകുമ്പോൾ ഒരു കൊട്ടയെടുത്ത് തലയ്ക്ക് വെക്കുക. അയാൾ ഒരു രാജാവായിരുന്നു, വേഷം കെട്ടി വന്നതാ. നേഹ അങ്ങോട്ട് എന്നിട്ട് അയാളെ ആ കൊട്ടയെടുത്ത് മേലോട്ട് പൊക്കാൻ വേണ്ടി സഹായിച്ചു. രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് നിന്നെ മന്ത്രിയാക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ സഹായിക്കുന്നത് സ്വന്തമായി വളരാനുള്ള ഒരു മാർഗമായി കാണണം. മനസ്സിലാവുന്നോ? പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? 99% of the people are failing in their life. Why? Because they are blaming themselves. മനസ്സിലാവുന്നോ? അല്ലെങ്കിൽ ബ്ലെയിമിങ് ദ സർക്കംസ്റ്റാൻസസ്. സാഹചര്യത്തെ കുറ്റപ്പെടുത്തും. മരണം വന്നാൽ കുറ്റപ്പെടുത്തരുത്. അയ്യോ എനിക്ക് വയ്യായേ, എനിക്ക് പനിയാന്നേ, എന്നിട്ട് പിന്നെ എന്തിനാ നീ നടക്കാൻ വരുന്നു? അങ്ങനെ വരുന്ന ഒരുത്തനും എന്ത് ചെയ്തിട്ടില്ല?
ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. സാഹചര്യത്തെ കുറ്റപ്പെടുത്തുന്നവൻ ഒരിക്കലും വിജയിക്കത്തില്ല. മനസ്സിലാവുന്നു? ആ സാഹചര്യത്തെ ചേഞ്ച് ചെയ്യണം. സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനകത്താ കഴിവ്. ഐഡിയ കിട്ടിയോ? ഓരോ പ്രവർത്തനത്തെയും ഓരോ പ്രവർത്തനവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ദാറ്റ് ഈസ് വാട്ട് ഐ സെയിം ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞത്. ഹാബിറ്റ് മീൻസ് എന്തുവാ? ഒരു കാര്യം ചെയ്യുന്നത്. നീ എന്നും ഇവിടെ വന്ന് എന്തോ ചെയ്യുന്നു? ഈ സാധനം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ പുല്ല് പറിക്കുന്നു, എന്നും ചെയ്യുന്നു. മനസ്സിലാവുന്നോ? ഇതൊക്കെ ഇച്ചിരി കഴുതകളാണ്, അതുകൊണ്ട് പറയാൻ ഇച്ചിരി പാടാ കേട്ടോ. എന്നും ഒരു കാര്യം എന്തോ ചെയ്യുന്നു, അതെന്തായി മാറും? അത് ഹാബിറ്റാ. നിങ്ങളത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ക്യാരക്ടറാവും. അങ്ങനെയാണ് കള്ളന്മാരുണ്ടാവുന്നത്. അവൻ മോട്ടിച്ച് ആദ്യമൊക്കെ ഇതായിട്ട് മോട്ടിക്കും, രണ്ടാമത് മോട്ടിച്ച്, മൂന്നാമത് മോട്ടിച്ച്, ഒരു 21 വട്ടം മോട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തോ ആയി? മോഷ്ടാവായി മാറി. മനസ്സിലായോ? 21 പ്രാവശ്യം മനസ്സിൽ ചിന്തിച്ചാലും നീ എന്തോ ആയി മാറും. 90 പ്രാവശ്യം നീ അത് ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായി മാറും? ലൈഫ് ലോങ് മോഷ്ടാവായി മാറും. പിന്നെ നീ ഇറങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 വർഷത്തോളം നീ മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും. ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോശങ്ങളിൽ കയറുവാ ഈ സാധനം. ഓരോ കോശം മാറി, അടുത്ത കോശം മാറി, ഒരുത്ത കോശം മാറി, ഇങ്ങനെ ഓരോന്നിലും നീ ഇന്ന നല്ലവനാണെന്ന് ശരീരത്തിൽ ഓരോ കോശങ്ങളും പറയണം. അതിന് സമയമെടുക്കും. മനസ്സിലായോ? അപ്പൊ ഓരോ പ്രവൃത്തി എന്തോത്തിനെ തീരുമാനിക്കും? സ്വഭാവത്തെ തീരുമാനിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നന്മ ചെയ്യാൻ മടിക്കുകയേ ചെയ്യരുത്. വിജയമുള്ള സാറേ, ഗുഡ് മോർണിംഗ്. ഹായ് മൈ ഡിയർ ഫ്രണ്ട് പ്രിൻസ് പാങ്ങാടൻ, രഞ്ജിത്ത് ചായൻ. ഓക്കെ, നന്മ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. ഇപ്പൊ ഞാൻ സ്വാമി വിവേകാനന്ദന്റെ 2 പുസ്തകങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? രാജയോഗവും അതോടൊപ്പം തന്നെ കർമ്മയോഗവും. അപ്പൊ ഇത് രണ്ടും മതി. ഇനി അയാൾക്ക് 3 പുസ്തകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് അയാൾ 1893 ചിക്കാഗോയിൽ പറഞ്ഞ പ്രസംഗം. പിന്നെ ജ്ഞാനയോഗം ഒരെണ്ണമുണ്ട്. പിന്നെ വേറെ എത്ര ഞാൻ പറഞ്ഞിപ്പം? കർമ്മയോഗം, രാജയോഗം പറഞ്ഞു, ജ്ഞാനയോഗം ഉണ്ട്. അപ്പൊ എന്തോ പ്രസംഗം പറഞ്ഞു? ചിക്കാഗോ. എടാ നീ ഒരു 4 മറക്കുന്ന എങ്ങനെ? ഏറ്റവും മോശപ്പെട്ട മീനുകൾക്ക് സമീപിക്കുക. അതാണ്ട് ഈ മോശപ്പെട്ട മീനുകൾ വാങ്ങേണ്ടവർക്ക് വാങ്ങാം. കഴുത എന്ന സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. ആരെയാണ് ഞാൻ കഴുതയെന്ന് വിളിച്ചത്? നേഹയോ? ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ തിരിച്ചു പിൻവലിച്ചിരിക്കുന്നു. അതിനകത്ത് ഞാൻ 2 പിള്ളേരെയും വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ് പാങ്ങാടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1-2 വട്ടം ഇത് കേൾക്കുന്നുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതാണ്ട് 7 വർഷമായിട്ട് കേൾക്കുക. എന്നിട്ടും ആ സാധനത്തിനകത്ത് നിങ്ങളുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ അതുകൊണ്ട് നേഹ, ഞാൻ ഒന്ന് ദയവേ തന്നെ ഉപദ്രവിക്കാതെ ഈ ഒരു സാധനം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറയണമെങ്കിൽ ഞാൻ 1000 വട്ടം എൻ്റെ മനസ്സിനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണം. മനസ്സിലാവുന്നോ? ഞാൻ അതുകൊണ്ടാണ് ഇത് നിങ്ങൾ പിടിക്കാമോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലാവുന്നോ? നിങ്ങളിത് പിടിച്ചാൽ എനിക്ക് എൻ്റെ തലച്ചോറിനെ കൃത്യമായി പറയാം. ഞാൻ ഈ പറയുന്നു അതുമായിട്ട് ആനയാടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എൻ്റെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പിടിക്കുമ്പോൾ ഈ തലച്ചോറ് ഉണ്ടോ, നിന്റെ തലയും എൻ്റെ തലയൊക്കെ സെയിം ആയിട്ട് വരണം. ഇത്ര ദൂരെ നിന്നാലും വരണം സെന്ററിൽ എന്ന ബോധം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തിടത്തോളം കാലം ഈ ജോലി എല്ലാം ഞാൻ ചെയ്യണം. മനസ്സിലായോ? എൻ്റെ തലച്ചോറിലുള്ള ആശയം ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അല്ലാ പിന്നെ ഞാൻ വിചാരിക്കും നേഹമോള് പറയട്ടെന്ന്. അപ്പം നേഹമോൾ ഇതിനെപ്പറ്റി പ്രിപ്പയർഡ് അല്ല. ഇത് പ്രിപ്പയർഡ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നത് പറഞ്ഞാൽ മതി. അതിന് നിങ്ങൾ പത്രം വായിക്കണം. ഇതിനകത്ത് മാജിക് ഒന്നുമില്ല. ആണ്ടോ ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി, ഇയാളൊന്ന് കാണിക്കട്ടെ. ഇയാൾ വലിയൊരു പ്രാസംഗിക കൂടിയാണ്. ഇനി വാടേ. അപ്പം അതിനകത്ത് എക്സ്ക്യൂസ് അടിക്കരുത്. ഓക്കെ, ഇനി ഇത് കേട്ടോ. അന്നേരം ഞാൻ ഈ പറഞ്ഞ കണ്ടോണ്ട മുഖം മാറ്റി. അപ്പം ഇതിനകത്ത് നിങ്ങൾ എന്തോ പഠിച്ചു? സ്വാമി വിവേകാനന്ദന്റെ 5 ബുക്കുകൾ. അതിനകത്ത് 2 ഞാനിപ്പോ പറഞ്ഞു. ആദ്യം പറയേണ്ടത് വിജയവുമായി ബന്ധപ്പെട്ട. വിജയം മീൻസ് ആരാ? രാജാവ്, വലിയ പോസ്റ്റ്. അപ്പൊ രാജയോഗം. അടുത്ത എന്താണ്? നീ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടേ രാജാവാകാൻ പറ്റൂ. അപ്പൊ 2ാമത്തെ പോയിന്റ് എന്തുവാ? കർമ്മയോഗം. ഇനി ഇത് എക്സിസ്റ്റ് ചെയ്യണം, നിലനിർത്തണം. മനസ്സിലായോ? അറിവ് വേണം. മനസ്സിലാവുന്നു? എന്നാൽ അത് ആർക്ക് വേണ്ടിയാവണം? ലോകത്തിന് വേണ്ടിയാവണം. ഭക്തിയോഗം. അപ്പൊ ഇനി ഇത് മറക്കൂ. എന്തൊക്കെയാണ്? രാജയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഇത് വെച്ചുകൊണ്ട് ഇയാൾ ഒരു പ്രസംഗം അങ്ങ് നടത്തി. എന്നാ 1893. ഓക്കെ, താങ്ക് യു. അയാൾ അന്ന് മാത്രമല്ല പിന്നെ അയാൾ 3 വട്ടം സംസാരിച്ചു. അതൊന്നും പറയട്ടെ. എന്നെ ഞാൻ എൻ്റെ കൊച്ചുനാളിലെ ഏറ്റവും വലിയ വിനോദമായിരുന്നു എന്തോന്ന് പറയുന്നത് ഈ ജനറൽ നോളജ് പഠിക്കാന്നുള്ളത്. ഞാൻ ഈ വർഷം അങ്ങനെ പഠിച്ചൊന്നുമില്ല. ഞാൻ ഇന്നലെ
എടുക്ക. എന്റെ ആയിരിക്കത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഫ്രഞ്ച് റെവല്യൂഷൻ എന്നാ വന്നത്? കണ്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്? 1889. അതിൽ നിന്ന് 100 കുറച്ചേ. അന്നാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഡിക്ലറേഷൻ നടക്കുന്നത്. നിർത്തടേ, അത് മനസ്സിലായോ? അത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഡിക്ലറേഷൻ നടക്കുന്നത് എന്നാണ് 1789. അപ്പൊ ഞാനിത് എങ്ങനെ പഠിക്കണമെന്നാ പറയുന്നത്? അല്ലാതെ എനിക്ക് ഓർമ്മയൊന്നും നിൽക്കത്തില്ല. ഞാൻ 1947 തിരിച്ചിടും. 1497. അതാരാ? അതെങ്ങനെ വരും? ആര് വരും? പോർച്ചുഗീസുകാർ വരും. ഇങ്ങനെ ആയിരക്കണക്കിന് 10,000കണക്കിന് വർഷങ്ങളെ കണക്ട് ചെയ്യുക. മനസ്സിലാവുന്നു? PSC ഒന്നും എഴുതിയിട്ടില്ലേലും ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ കപ്പലണ്ടി, കടല, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇല, ഇതെല്ലാം ഓരോ കൊച്ചു വെള്ള തുണിക്കകത്ത് കെട്ടിയിടണം ചെറുതായിട്ട്, ഒരു 50 എണ്ണത്ത്. അപ്പോൾ ഒന്നിനകത്ത് കടലയുണ്ട്, ഒന്ന് ചെമ്പരത്തിയുണ്ട്, ഇങ്ങനെ ഒരു 100 എണ്ണമൊന്നും നിങ്ങളെ കൊണ്ടുപോകത്തില്ല, ഒരു 50 എണ്ണം ഇങ്ങനെ കൊച്ചു കൊച്ചു തുണിക്കകത്ത് കെട്ടി അവിടെ ഇട്ടേക്കണം മേശപ്പുറത്ത്. എന്നിട്ട് ഇതെടുത്തിട്ട് ഒന്ന് ഞെരടണം ഇങ്ങനെ, അല്ല എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇങ്ങനെ പടപടപടോ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പിന്നെ ഓർഡറിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളെ വിൽക്കാന്. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ ഭയങ്കര ബുദ്ധിമാന്മാരാ. നിങ്ങളെന്ന് പറഞ്ഞാൽ ആര്? മനുഷ്യര്. പക്ഷെ ഈ മനുഷ്യന് ഞാൻ ഒരു കാര്യം പറയാം. രാവിലെ 5 മണിക്ക് എന്താ മോക്ക്? ഞാൻ എന്നും പറയും. ഞാൻ പപ്പം 3:30 എഴുന്നേക്കുന്നു. മോളോട് പറയുന്നു 5 മണിക്ക് എഴുന്നേക്കാം. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞു വിളിക്കണോ? എനിക്ക് വയ്യ വിളിക്കാൻ. കാരണം എന്താ? വിളിച്ച് എന്തത്തിനാ ഞാൻ ഈ വിളിക്കുന്നത്? അപ്പൊ ഈ 5 മണിക്ക് എഴുന്നേക്കണോ അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേക്കണോ എന്ന് തീരുമാനം എടുത്താൽ പോരാ. മനസ്സിലാവുന്നു? ഒന്ന് വലിയ അലാറം എന്നൊക്കെ പറയുന്ന വൃത്തികെട്ട അലാറം എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ പേടിച്ചെഴുന്നേക്കണം. ആ രീതിയിലുള്ള അലാറം ഒക്കെ ആക്കി നിങ്ങളുടെ ഹാബിറ്റ് എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞതിനോട്ട് ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കണം. ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതില്ലേ, ഒരുത്തൻ സിഗരറ്റ് വലിയനാ, ഭയങ്കര സിഗരറ്റ് വലിയനാ, അപ്പൊ അങ്ങ് മരിച്ചുപോയി. അപ്പൊ ഞാൻ നല്ല സിഗരറ്റ് വലിയനാ, അല്ലെ നല്ല കുടിയനാ, അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മരിച്ചും പോയപ്പോൾ കാണാം ഒരു ദിവസം ഒരുത്തൻ എന്തോതിന് വന്നു, ഒരു കല്യാണാലോചനയായിട്ട് ബ്രോക്കർ വരിക. ഈയിടെ അത് നമ്മുടെ കുടിയൻ നെൽസന്റെ മോഡാരിയാന്ന് പറഞ്ഞു. കണ്ടോ, ഞാൻ മരിച്ചപ്പോഴും അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? അത് അയ്യോ അവള് വേണം ഇനി അതിനെപ്പറ്റി ഒരു കഥ അങ്ങ് പറയും. അത് വേണ്ട. അപ്പൊ ഈ പറയുന്ന ഇനി ആ 4 പുസ്തകം എന്ന് പറയാം, നമുക്കിപ്പം നിർത്താം. രാജയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. അപ്പൊ ആ ഓർഡർ തെറ്റിയോ? ഇനി മനസ്സിലായോ? തെറ്റത്തില്ല. കാരണം എന്താ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങോട്ടത്തേക്ക് വിളിച്ചു. കർമ്മയോഗ ഇനി എസ്ഐ ഒന്നും പറയണ്ട. എസ്ഐ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. കർമ്മയോഗം എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഞാനിതെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ പ്രവൃത്തിയുമായി കണക്ട് ചെയ്ത് വെക്കണം. അപ്പം ഇത് ഈ ഒരു സാധനം എന്തോ അടിപൊളി പോയിട്ട് പറയാൻ വന്നാ, അന്നേരത്തെ ഇവള് നശിപ്പിച്ച് കളഞ്ഞു. അത് വെച്ചിട്ട് നിർത്താന്ന് വിചാരിച്ചതാ. പോട്ടെ, സാരമില്ല. അതെന്റെ മെമ്മറി പറഞ്ഞെന്റെ മനസ്സിലായോ? അപ്പൊ പ്രായവും കൂയൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തൊന്നുമില്ല. ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ എന്താ പറയും, എന്റെ നാക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന രീതിയിൽ ഇതിനു വേണ്ടി പോരാടും. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ എന്നെ ഒരുത്തിനും അന്ന് ആക്കിയില്ലേനും ബോധമില്ലേനും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കാരണം എന്താ? ഞാൻ വിശ്വസിക്കുന്നത് എന്നില്ല. കൃഷ്ണൻ ആരോട് പറഞ്ഞത്? അർജുനോട് പറഞ്ഞത്. ജീസസ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ജീസസിനെയുടെ എല്ലാം നമ്മൾ 100 കണക്കിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. എല്ലാവരും അവനവനിൽ വിശ്വസിക്കുന്നവനെ ജയിക്കാൻ പറ്റും. അതാണ് ഇയാളും പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആര് മാത്രം തീരുമാനിച്ചാൽ മതി? നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാവർക്കും ഒരേ ആയുധം. ഈ പറയുന്ന ലോകത്തെല്ലാവർക്കും ഒരേ ആയുധമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്താണ്? അതിനെ വെടുപ്പോടും ശുദ്ധിയോടും ഉപയോഗിക്കേണ്ടതും അതിനെ ഒരു പടം വരച്ച്. നിങ്ങൾ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം. ഒരു വീടുണ്ടാക്കുന്നതിന് മുമ്പ് എന്തോ ചെയ്യും? പ്ലാൻ ഉണ്ടാക്കും, ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. അതനുസരിച്ചല്ലേ ഉണ്ടാക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പണിക്കാരന്മാരെല്ലാം അവനവന്റെ ഇഷ്ടത്തിന് ഓരോന്നോരോന്ന് കട്ടയൊക്കെ എടുത്ത് പണിയാൻ നിന്നാൽ. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തണമെന്നുള്ളത് കൃത്യമായി വരച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തും. മനസ്സിലായോ? സോ അയാൾ നിർത്തുന്നു.